ചില വ്യക്തികളിലും സംവിധാനങ്ങളിലും ആശയങ്ങളിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിക്കും. അത് മനുഷ്യരുടെ സഹജമായ ഒരു പ്രകൃതമാണ്. പക്ഷേ അത് പെട്ടെന്നങ്ങ് പൊലിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊപ്പം ആ വ്യക്തിയോ പ്രസ്ഥാനമോ സംവിധാനമോ വളരുന്നില്ലെങ്കിൽ നമ്മൾ വളരെ നിരാശരാകുകയും ചെയ്യും. അഗാധമായ നിരാശയിലേക്ക് നമ്മൾ വീണുപോകും. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് അന്വേഷിച്ചിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് അതാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, ദ്വാരപാലക ശില്പങ്ങള്, കട്ടളപ്പാളികള്, അതിനോട് ചേർന്ന് അനുബന്ധമായ മറ്റു ചില സ്വർണ്ണ ഉരുപ്പടികള്, ഇതൊക്കെ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. കട്ടളപ്പാളികളും സ്വർണ്ണപ്പാളികളും അതേപോലെ ഇളക്കിക്കൊണ്ട് ചെന്നൈയിലേക്ക് പോയെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് അത് ഉരുക്കി വിറ്റോ അതോ പാളികളായിട്ട് തന്നെ എവിടെങ്കിലും ആർക്കെങ്കിലും കൊടുത്തോ, അത് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് സംബന്ധിച്ച വർത്തമാനങ്ങൾ പുറത്തു വന്നപ്പോൾ ശബരിമലയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ശബരിമലയിലെ ഭക്തരായ ആളുകളുടെ ഉള്ളില് അത് വലിയ മുറിവും നീറ്റലുമാണ് ഉണ്ടാക്കിയത്. ശബരിമല ഭക്തർക്ക് മാത്രമല്ല ആ അനുഭവം ഉണ്ടായത്, ഈശ്വരവിശ്വാസികളായ മറ്റെല്ലാ മനുഷ്യർക്കും ഇതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടായത്. ഒരു പ്രധാന ആരാധനാ കേന്ദ്രത്തിലെ, അതും പറഞ്ഞല്ലോ, ഒരു വർഷം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങള് ദർശനത്തിനായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ തിരുവാഭരണങ്ങൾ എന്ന് പറയാവുന്ന സ്വർണ്ണ ഉരുപ്പടികളാണ് കവർ ചെയ്തിരിക്കുന്നത്. അത് വല്ലാത്ത വേദന ഉണ്ടാക്കും. അത് വിശ്വാസികൾക്ക് മാത്രമല്ല, പൊതുവെ എല്ലാവരെയും അത് ദുഃഖത്തിലും സങ്കടത്തിലുമാക്കിയ കാര്യമായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടപെടുന്നു. ഒരു പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അതിനൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപവൽക്കരിക്കുന്നു. അത് കോടതി നേരിട്ട് ചെയ്തതാണ്. കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ സത്യസന്ധരെന്നും കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ഉദ്യോഗസ്ഥരെന്നും എല്ലാവരും സമ്മതിക്കുന്ന ആളുകളെ തന്നെയാണ് അതിന്റെ തലപ്പത്തേക്ക് എടുത്തു വെച്ചത്. വെറും അന്വേഷണമല്ല, ഇത് ഹൈക്കോടതിയുടെ ഈ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും അങ്ങനെ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ വളരെ വളരെ വലുതായിരുന്നു. അത് ഹിമാലയത്തോളം വലുതായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ശബരിമലയെ അതിരേറ്റു സ്നേഹിച്ചിരുന്ന ആളുകളില് ഈ അന്വേഷണ സംഘത്തെക്കുറിച്ച് സംരക്ഷകർ എന്നൊരു തോന്നലാണ് ഉണ്ടായത്. അത്തരത്തിലൊരു പ്രതീതി അത് സൃഷ്ടിച്ചെടുക്കുന്നതിന് അവർക്ക് സാധിച്ചു. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്താണ് അതിന്റെ അന്വേഷണം മുന്നോട്ട് പോയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കേരള പോലീസിന്റെ, അതായത് പിണറായി വിജയനും പി ശശിയും നിയന്ത്രിക്കുന്ന കേരള പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല ആദ്യത്തെ അന്വേഷണം. കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാ, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല അതിന്റെ അന്വേഷണം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് പ്രമുഖരായ CPM നേതാക്കള് ഒന്നൊന്നായിട്ട് അറസ്റ്റിലായത്. അതിൽ ഏറ്റവും പ്രധാനി പത്മകുമാറായിരുന്നു. പത്മകുമാർ CPMന്റെ പത്തനംതിട്ടയിലെ വളരെ പ്രമുഖനായ നേതാവായിരുന്നു. 10 കൊല്ലത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം തൊട്ടടുത്ത് വരെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലുണ്ടായ ചില സംഭവ വികാസങ്ങളുടെ പേരിലാണ് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നൊക്കെ പുറത്തായത്. പക്ഷെ പാർട്ടിയിലെ വളരെ സജീവമായ അംഗം. അതുപോലെ വാസു ദേവസ്വം ബോർഡിന്റെ മുൻ ചെയർമാനായിരുന്നു. പാർട്ടിക്ക് വളരെ പ്രിയപ്പെട്ട അഭിമതനായ ഒരു നേതാവായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അന്വേഷണം ഏതാണ്ട് ശരിയായ ദിശയിലേക്കാണോ പോകുന്നതെന്നൊരു തോന്നൽ നമുക്കുണ്ടായതാണ്. പക്ഷേ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വന്നതോടെ, അതിന്റെ പ്രചാരണം ഉച്ചസ്ഥായിലായതോടെ നമ്മൾ കാണുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാടിൽ സംഭവിക്കുന്ന വളരെ സാരമായ ചില മാറ്റങ്ങളാണ്. അന്വേഷണം പെട്ടെന്ന് മന്ദഗതിയിലാവുന്നുണ്ട് കേട്ടോ. വേറെ പലരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന അന്വേഷണ സംഘം കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ നിന്ന് പിന്മാറുകയാണ്. അറസ്റ്റ് ചെയ്തവരെ ജയിലിലായി, അത് വേറെ കാര്യം. അവർക്ക് കോടതികളിൽ നിന്ന് ജാമ്യം ലഭിച്ചില്ല ആദ്യഘട്ടത്തിൽ, അതൊക്കെ ശരിയാണ്. പക്ഷെ പെട്ടെന്ന് കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകുന്നതിൽ നിന്ന് ഈ അന്വേഷണ സംഘം പിന്മാറുകയാണ്. അന്വേഷണത്തിന്റെ വേഗത വലിയ തോതിൽ കുറയുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവവികാസം ഉണ്ടായത്. ശബരിമലയിലെ തന്ത്രിയായിരുന്ന രാജീവ് കണ്ഠരരെ ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ശങ്കരദാസ് എന്ന് പറയുന്ന പ്രതിസ്ഥാനത്ത് നേരത്തെ തന്നെ ചേർക്കപ്പെട്ട ദേവസ്വം ബോർഡിലെ ഒരു മുൻ അംഗം രോഗത്തിന്റെ പേരിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല. അത് സംബന്ധിച്ച നടപടികളോ നീക്കങ്ങളോ ഉണ്ടാവുന്നില്ല. പക്ഷെ പെട്ടെന്ന്, അപ്രതീക്ഷിതം എന്ന് പറയുന്നില്ല, പക്ഷെ പെട്ടെന്ന് രാജീവ് കണ്ഠരര് അറസ്റ്റിലാകുന്നു. അതോടെ പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് CPM ആണ് മുൻകൈ എടുത്തത്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇതിന് വലിയൊരു പ്രചാരണം കൊടുത്തു. അതിന് ഉദ്ദേശം പലതും ഉണ്ടായിരുന്നു. അതിലൊന്നും ഇപ്പോൾ CPM കേന്ദ്രീകൃതമായിട്ട് നിൽക്കുന്ന ഈ കേസന്വേഷണം, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം, അതിന്റെ വിശദാംശങ്ങൾ, അതിൽ നിന്നും മറ്റൊരു നറേറ്റീവിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് മാറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതുവരെ നേതാക്കള്, CPMന്റെ പ്രമുഖ നേതാക്കള് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കുകയും ചെയ്യുക. പെട്ടെന്ന് തന്ത്രി
രാജീവ് കണ്ഠരര് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ചർച്ചകൾ അദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ശങ്കരദാസിനെയൊക്കെ അറസ്റ്റ് ചെയ്തത് കേട്ടോ. പക്ഷേ ഈ അന്വേഷണം നടക്കുമ്പോഴും ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തൊണ്ടിമുതല് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘമാണ്. അന്വേഷണ രംഗത്ത് വലിയ പാരമ്പര്യമുള്ളവരാണെന്നാണ് പറയുന്നത്. അവരുടെ ട്രാക്ക് റെക്കോർഡൊക്കെ വളരെ മികച്ചതാണെന്ന് പലരും പറയുന്നുണ്ട്. അതെന്തുമാവട്ടെ, പക്ഷെ ഒരു കവർച്ച നടന്നു കഴിഞ്ഞാൽ 90 ദിവസങ്ങൾ പിന്നിട്ടു, കൂടുതൽ ദിവസങ്ങളായി. എന്നിട്ടും ഈ മോഷ്ടിക്കപ്പെട്ട കവർച്ച ചെയ്യപ്പെട്ട സ്വർണം എവിടെ? അതിനെന്താണ് സംഭവിച്ചത്? അത് ഉരുക്കി വിറ്റോ? പറഞ്ഞല്ലോ, സ്വർണ്ണപ്പാളികളായിട്ട് തന്നെ പുറത്തേക്ക് പോയോ? അതാരുടെ കൈവശമുണ്ട്? ഇതൊന്നും കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഒരാളെ അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും. അത് നമ്മുടെ നിയമങ്ങളിൽ പറയുന്ന CRPC-യിലോ ഇന്ത്യൻ പീനൽ കോഡിലോ അതുപോലെ ഭാരതീയ ജ്ഞാന സമിതിയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. 90 ദിവസത്തിന് കുറ്റപത്രം ഉണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ അവർ ജയിൽ മോചിതരാകും, അവർക്ക് ജാമ്യം കിട്ടും, ജാമ്യം കൊടുക്കണം. അതാണ് അതിന്റെ ചട്ടം. അങ്ങനെ ഇപ്പോ 6, 7, 8 പ്രതികള് ജാമ്യം ലഭിച്ച് പുറത്തു നിൽക്കുക. തൊണ്ടിമുതല് കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ജാമ്യം നേടി പുറത്തു പോകുന്നു. ഇന്നിപ്പോ ഒരു പ്രധാന പ്രതിയായ പത്മകുമാർ, CPM-ന്റെ നേതാവ്, അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കാം. ഇന്ന് അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റത്തില്ല. മറ്റൊരു കേസിൽ ജാമ്യം കിട്ടേണ്ടതുണ്ട്. അത് ലഭിക്കും. കാരണം ഈ 90 ദിവസത്തിന്റെ ഈ കാലപരിധി ഉണ്ടല്ലോ, സമയപരിധി, അത് കഴിഞ്ഞു പോയത് കൊണ്ട് അദ്ദേഹത്തിന് ആ കേസിലും ജാമ്യം ലഭിക്കും. അപ്പൊ അദ്ദേഹവും പുറത്തു പോകും. അപ്പൊ ഈ കേസ് ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെ പ്രമാദമായ ഒരു കേസാണ്. അതിപ്പോൾ എവിടെ നിൽക്കുന്നു? പറഞ്ഞാൽ ഇപ്പോ ജാമ്യം കിട്ടിയതിൽ ഒരാൾ ഒഴികെ, അതായത് രാജീവ് കണ്ഠരര് ഒഴികെ മറ്റെല്ലാവർക്കും ഈ 90 ദിവസ സമയപരിധിയുമായി ബന്ധപ്പെട്ട സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. അതേ കൊടുത്തേ പറ്റൂ. കേസിൽ അവർ പ്രതികളാണോ, അവർക്ക് എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതൊന്നും നോക്കിയിട്ടുള്ള ഒരു ജാമ്യമല്ല. അത് ഈ 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ ഇരുന്നതിന്റെ പേരിലാണ്. പക്ഷെ കണ്ഠരര് രാജീവർക്ക് മാത്രമാണ് സ്വാഭാവികമായിട്ടല്ലാത്ത ഈ കേസിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ജാമ്യം കൊല്ലം വിജിലൻസ് കോടതി നൽകിയിരിക്കുന്നത്. 41 ദിവസം അദ്ദേഹം അറസ്റ്റിൽ കഴിഞ്ഞു. ശബരിമലയുമായി ബന്ധിപ്പിച്ച് പറഞ്ഞാൽ ഒരു മണ്ഡലക്കാലം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് ഈ കൊല്ലം വിജിലൻസ് കോടതി പുറപ്പെടുവിച്ച വിധിന്യായം, അത് SIT എന്ന് പറയുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ നമുക്കുണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളും തകർക്കുന്നതാണ്. നേരത്തെ തന്നെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സംഘത്തിന് വന്ന മനംമാറ്റങ്ങൾ, അവർ പെട്ടെന്ന് കേരള പോലീസിന്റെ നിയന്ത്രണത്തിലാവുന്നത്. നേരത്തെ അവർ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ അന്വേഷണം നടത്തിയിരുന്നത്. പിന്നീട് പിണറായി വിജയനും സംഘവും അതിന്മേൽ പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നമുക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം SIT-യോട് ഉണ്ടായിരുന്ന വിശ്വാസം, അതാണ് വിശ്വാസം, അതല്ലേ എല്ലാം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തിനോ ഒരു സംവിധാനത്തിനോ ആളുകളുടെ ഇടയിൽ അംഗീകാരം കിട്ടുന്നത് അതിന്റെ വിശ്വാസ്യതയാണ്. ഈ അന്വേഷണ സംഘത്തിന് SIT-ക്ക് അത് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കോളത്തിൽ തന്നെ ഈ അന്വേഷണ സംഘത്തെ കുറിച്ച്, അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് തെറ്റുപറ്റില്ലെന്നും അവർ പക്ഷപാതപരമായി പെരുമാറുകയില്ലെന്നും ഈ കേസിന്റെ കാര്യത്തിൽ ന്യായമായ ഒരു അന്വേഷണം നടക്കുമെന്നും യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടുമെന്നൊക്കെ പലവട്ടം ഈ കോളത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം ആ ഒരു ആത്മവിശ്വാസമില്ല. സത്യത്തിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ കുറിച്ച് പറയുന്നത് ഒരു വിലാപക്കുറിപ്പാണ്, നമ്മുടെ നിരാശയിൽ നിന്നുണ്ടാകുന്ന ഒരു കുറിപ്പാണ്. പറഞ്ഞല്ലോ, കണ്ഠരര് രാജീവർക്ക് കിട്ടിയ ജാമ്യം, ആ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള കോടതി വിധി ഒന്ന് വായിച്ചു നോക്കണം. അദ്ദേഹത്തിനെതിരെ തെളിവുകളുടെ ഒരു കണിക പോലുമില്ല, അയോട്ട ഓഫ് എവിഡൻസ് എന്നാണ് കോടതിയുടെ വിധിയിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെയാണ് അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ പാർപ്പിച്ചത്. അദ്ദേഹത്തിന് ഈ കേസുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് തെളിയിക്കാനോ സ്ഥാപിക്കാനോ അന്വേഷണ സംഘത്തിന് ഇതുവരെ ഈ 41 ദിവസം നടത്തിയ അന്വേഷണത്തിലും സാധിച്ചിട്ടില്ല. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പിന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അതിന്റെ പ്രേരണ എന്തായിരുന്നു? അതിന്റെ പിന്നിലെ ഉദ്ദേശം അതെന്തായിരുന്നു എന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മളും ചോദിക്കുന്നത്. നമ്മുടെ മനസ്സിലും ഉയർന്നു വരുന്ന ചോദ്യം അതാണ്. ശബരിമലയിലെ മുഖ്യ തന്ത്രിമാർ എന്ന നിലയിൽ കണ്ഠരര് രാജീവരെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരൊക്കെ ഉണ്ടാവും. അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ശബരിമല എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്, ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. അവിടുത്തെ പ്രധാന മുഖ്യ പുരോഹിതനാണ് അദ്ദേഹം. അദ്ദേഹത്തെയാണ് ആ കോടതി വിധിയിലെ വാക്കുകൾ എടുത്തുദ്ധരിക്കുകയാണെങ്കിൽ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ പാർപ്പിച്ചത്. ഇതെന്തിനു വേണ്ടിയായിരുന്നു? കോടതി വിധിയിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അവിടുത്തെ ഈ സ്വർണ്ണാഭരണങ്ങളുടെയോ
അല്ലെങ്കിൽ സ്വർണ്ണ ഉരുപ്പടികളുടെയോ കട്ടിളപ്പള്ളികളിലെ സ്വർണത്തിന്റെയോ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന്റെയോ ഒന്നും സംരക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ അത് പരിപാലിക്കുന്നതിന്റെയോ കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കും ഇല്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല. പിന്നീട് എന്തിനാ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു? അദ്ദേഹം അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റുന്നതിന് അനുജ്ഞ വാങ്ങിച്ചോ അനുജ്ഞ വാങ്ങിച്ചില്ലയോ? ഇതൊക്കെയാണ് പറയുന്നത്. ഇത് വെറും താന്ത്രികമായ ചില വസ്തുതകൾ മാത്രമാണ്, അല്ലാതെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളല്ല. ആചാരപരമായ വിശ്വാസപരമായ ചില കാര്യങ്ങളാണ്. അതിൽ പോലും അദ്ദേഹത്തിന് തെറ്റു സംഭവിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു മനുഷ്യനെയാണ് നിങ്ങൾ 41 ദിവസം അകാരണമായി, നമ്മൾ ഈ കോടതി വിധി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അകാരണമായിട്ട് ജയിലിൽ പാർപ്പിച്ചത് എന്നുള്ളത് അതെന്തിനു വേണ്ടിയായിരുന്നു? ഇപ്പോഴത്തെ സർക്കാരിന് അദ്ദേഹത്തോടുള്ള പ്രതികാരത്തിന്റെ പേരിലായിരുന്നു എന്നാണ് ജാമ്യത്തിന് വേണ്ടി നടന്ന വാദത്തില് കണ്ഠരര് രാജീവരുടെ പക്ഷത്തു നിന്ന് വാദിച്ചത്. അതായത് ഈ ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്ത് ഗവൺമെന്റിന് നിർബന്ധമായിരുന്നു അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നുള്ളത്. പിണറായി വിജയന്റെ നിർബന്ധമായിരുന്നു. അവിടെ കോടതി വിധി അനുസരിച്ച് യുവതികളെ പ്രവേശിക്കുന്നത് വഴി ഒരു സ്ത്രീ സ്വാതന്ത്ര്യ രംഗത്ത് വലിയ വിപ്ലവം സംഭവിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു പിണറായി വിജയൻ. അതിന്റെ പിന്നിൽ ശബരിമലയുടെ സാങ്ക്ടിറ്റി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം പോലും ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെ നിർബന്ധം പിടിച്ചാണ് ഗവൺമെന്റ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ 2 സ്ത്രീകളെ സന്നിധാനത്തിൽ എത്തിച്ചതാണ്. അപ്പൊ രാജീവര് കണ്ഠരരായിരുന്നു അവിടെ തന്ത്രി. അന്ന് ശബരിമലയിലെ അദ്ദേഹത്തിന്റെ ഊഴമായിരുന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഈ സ്ത്രീകളെ പ്രവേശിക്കുകയാണെങ്കിൽ ശ്രീകോവില് അടയ്ക്കും, അതനുസരിച്ചുള്ള ബാക്കി കർമ്മങ്ങൾ നടത്തും. ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ ആചാരപ്രകാരമുള്ള പരിഹാരക്രിയകൾ അദ്ദേഹം നടത്തി ശബരിമല ശ്രീകോവിലില്. അത് പിണറായി വിജയനെ വല്ലാതെ ശുഭതനാക്കിയ ഒരു സംഭവമായിരുന്നു. അദ്ദേഹം അത് സംബന്ധിച്ച ചില പ്രസ്താവനകൾ വളരെ രൂക്ഷമായ ഭാഷയിൽ ചില പ്രസ്താവനകളൊക്കെ ഇറക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു പ്രതികാരം അതാണ് കണ്ഠരര് രാജീവരിന് വേണ്ടി കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളിൽ ഒന്ന്. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാരണം. അതിനുവേണ്ടിയാണ് ധാരാളം ഭക്തന്മാര് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചിലരൊക്കെ ആരാധിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ, ഈ തന്ത്രിയെ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നില്ല കേട്ടോ, എനിക്ക് അദ്ദേഹത്തെ കണ്ടുപരിചയം പോലുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചത് കോടതിക്ക് പോലും മനസ്സിലാവുന്നില്ല എന്തിനായിരുന്നു ഈ അറസ്റ്റ് എന്നുള്ളത്. അത് അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. അതുപോലെ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഈ അറസ്റ്റിന്റെ പിന്നിൽ. അത് നമ്മൾ തുടക്കത്തിലൊന്ന് സൂചിപ്പിച്ചതാണ്. അതായത് ഇത് സംബന്ധിച്ച ക്രിമിനലായിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്രീകരിക്കുന്നത്, ഫോക്കസ് ചെയ്യപ്പെടുന്നത് CPM-ലേക്കാണ്. അത് CPM-നെതിരായിട്ടുള്ള വലിയൊരു നറേറ്റീവായിട്ട് വളർന്നു വരികയായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് പൊതുജന ശ്രദ്ധയെ ഒന്ന് മാറ്റണം. CPM-ൽ നിന്ന് മാറ്റി അത് തന്ത്രിയിലേക്ക് കൊണ്ടുവരണം. തന്ത്രി അറസ്റ്റിലാകുമ്പോൾ മറ്റൊരു നറേറ്റീവാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിനുവേണ്ടി ചെയ്തതായിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് കോടതിക്ക് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ SIT എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അന്തിമ റിപ്പോർട്ട് മാർച്ച് 31 കൊടുക്കുമെന്നാണ് ഈ അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയെ കൊടുക്കുമായിരിക്കും. 90 ദിവസം അതിനു മുമ്പ് കൊടുക്കേണ്ടതായിരുന്നു. അതിന് സാധിച്ചില്ല. അത് വലിയൊരു പാളിച്ചയായി. ഇനി മാർച്ച് 31 കൊടുക്കും എന്നാണ് പറയുന്നത്. ആ കുറ്റപത്രത്തില് കണ്ഠരര് രാജീവൻ ഉണ്ടാകുമോ? അദ്ദേഹം പ്രതിയായിരിക്കുമോ? നമ്മുടെ പോലീസിന്റെ രീതി അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കൂടെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രം കൊണ്ടുവരാനാണ് സാധ്യത. പക്ഷെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കണ്ട ഒരു പ്രത്യേക അന്വേഷണ സംഘം, അതിന്റെ അവസ്ഥ, അതിനുള്ള ഇന്ന് കേരളത്തിലെ മനുഷ്യരുടെ മനോഭാവം, അവർക്കുണ്ടായിരുന്ന പ്രതിച്ഛായ, അതിപ്പോൾ എന്താണ്, എങ്ങനെയാണ്? ആ പ്രതിച്ഛായ തകർന്ന് തരിപ്പണമാവുകയല്ലേ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയക്കാർക്ക് അവരുടെ നിർബന്ധങ്ങൾക്ക് കീഴടങ്ങുകയും അടിയറ വയ്ക്കുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം പ്രതിച്ഛായയാണ്. അതാണ് വാസ്തവത്തില് ഈ കേസില് പ്രത്യേക അന്വേഷണ സംഘത്തിന് സംഭവിച്ചിരിക്കുന്നത്.